Assalamualaikum, welcome to Farsus recipes. ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന മട്ടൻ കീമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ട്ടോ. കുക്കിംഗ് അറിയാത്തവർക്കും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലുള്ള കീമ മട്ടൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ പറയുന്ന ഈ ഒരു സ്റ്റെപ്പോട് കൂടെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ പൊട്ടറ്റോ വെച്ചിട്ടാണ് കീമ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് വെച്ചിട്ടും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി അതല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് കിട്ടുമല്ലോ, ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ, അത് വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കീമ ക്ലീൻ ചെയ്ത് വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ റോസ് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഈ കീമയിലേക്ക് ഈ വറ്റൽമുളക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി 3 മീഡിയം വലുപ്പമുള്ള സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കീമ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മട്ടൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 3-4 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായി കളർ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നന്നായി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റെങ്കിലും ഇങ്ങനെ നന്നായി വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാൻ മറക്കരുത്. പുളി കൂടി പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതിലേക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ മട്ടനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഈ കീമയിൽ മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ ഇതുവരെ ഇതിൽ ചേർത്തിട്ടില്ല, ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. അധികം വെന്ത് പോവണ്ട. മെയിനായിട്ട് ഇതിലുണ്ടാവുന്ന എരിവ് നമ്മൾ ഫസ്റ്റ് ചേർത്തിരുന്ന ആ വറ്റൽമുളകിൻ്റെയും പിന്നെ പെപ്പർ പൗഡറിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ ആ ഒരു എരിവാണ് ഉണ്ടാവുക. നമ്മുടെ ആലു മട്ടൻ കീമ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. ഇനി ഇതിങ്ങനെ കടയിൽ വാങ്ങാൻ കിട്ടും. സ്പെഷ്യൽ സ്മെല്ലാണ് ഇത് ചേർക്കുമ്പം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിലും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്ച്ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. കാരണം കീമ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ ഈസി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്